നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാംബിയക്കെതിരെയാണ് അർജൻറ്റീനയുടെ അടുത്ത മത്സരം. ശനിയാഴ്ച അർജൻറ്റീന അവരുടെ അണ്ടർ-20 ടീമുമായിട്ട് ഫ്രണ്ട്ലി മത്സരമൊക്കെ കളിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു. ഇനി സാംബിയക്കെതിരെയുള്ള കളി 31-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ നാളെയാണ്. നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ഏപ്രിൽ 1 പുലർച്ചെ 4:45 അർജൻറ്റീനയും സാംബിയയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഇപ്പോൾ ഇന്നലെ അർജൻറ്റീന താരങ്ങൾക്ക് സ്കലോനി ഓഫ് കൊടുത്തിരുന്നു. ഇന്ന് ട്രെയിനിങ് ഉണ്ട്. ഇന്ന് കോച്ചിൻ്റെ പത്രസമ്മേളനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിലദ്ദേഹം കൂടുതലായിട്ട് എങ്ങനെ ആദ്യ 11 എന്നുള്ളതൊക്കെ വിശദീകരിക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോൾ TYC സ്പോർട്സ് എങ്ങനെയായിരിക്കും സ്കലോനി അർജൻറ്റീനയെ ഇറക്കുക, സാംബിയക്കെതിരെ ഇറക്കുക എന്നതിൻ്റെ ചില സൂചനകൾ തന്നിട്ടുണ്ട്. ടീമിൽ മാറ്റമുണ്ടാകും. കഴിഞ്ഞ മൗറിത്താനിയക്കെതിരെ കളിച്ച ടീമിൽ നിന്നും മാറ്റമുണ്ടാകും എന്നാണ് സൂചനകൾ. ഗോൾ കീപ്പറായിട്ട് ജെറോണിമോ റുള്ളി കളിക്കും. അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഡിഫൻസിൽ ഇപ്പോൾ പുതുതായിട്ട് സ്ക്വാഡിലേക്ക് എടുത്ത അഗസ്റ്റിൻ ഗിയെ, പിന്നെ ലൂക്കാസ് മാർട്ടിനസ് കോർട്ട, നിക്കോളാസ് ഒട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫൻസും കൊണ്ടിറങ്ങും. മധ്യനിരയിൽ ഇസിക്കിയൽ പലാസിയോസും ലിയാൻഡ്രോ പെരേഡസും വാലന്റിൻ ബാർക്കോയും. കൂടാതെ മുന്നേറ്റം നോക്കണം ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനി, പിന്നെ ഹോസെ മാനുവൽ ലോപ്പസ്, ഒപ്പം ലയണൽ മെസ്സി. മെസ്സി കഴിഞ്ഞ കളിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ കളിക്ക് അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് എന്ന തരത്തിൽ ആദ്യം TYC വാർത്തകൾ കൊടുത്തിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ പറയുന്നത് മെസ്സി കളിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അണ്ടർ-20 ടീമിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിലും മെസ്സി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള വിശ്രമമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാംബിയക്കെതിരെയുള്ള ഈ കളിയിൽ മെസ്സി കളിക്കാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങൾ ഈ ചെറിയ ടീമുകളോട് കളിക്കുന്നതിനെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഈവൻ താരങ്ങളിൽ നിന്ന് പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ പക്ഷേ സാംബിയക്കെതിരെയുള്ള കളി മാത്രമാണ് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ ഇനി ബാക്കിയുള്ളത്. അത് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അവസാനിപ്പിക്കുക. അതാണ് സ്കലോനിയും സംഘവും ലക്ഷ്യമിടുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.